ഫുട്ബോൾ ലോകം ഇത്രമേൽ സമ്മർദ്ദമേറി കണ്ട മറ്റൊരു മത്സരമുണ്ടോ എന്നത് സംശയമാണ്. ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ ഗോൾ കീപ്പർ ലോറിസിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനൽ മെസ്സി അക്കൗണ്ട് തുറന്നതാണ്. ഖത്തറിന്റെ മണ്ണിലെ വിശ്വം വിജയിക്കാനുള്ള 90 മിനിറ്റുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ തുടക്കം മെസ്സിയുടെ പെനാൽറ്റി ഗോളായിരുന്നു. വിശ്വം ജയിക്കാനുള്ള അർജന്റീനയുടെ ആഗ്രഹങ്ങൾക്ക് വീണ്ടും മാലാഗയുടെ ദൈവദൂത്. 36-ാം മിനിറ്റിലെ അർജന്റീനയുടെ മനോഹരമായ ഗെയിമിലൂടെ മാക്കലിസ്റ്ററിന്റെ അസിസ്റ്റിലൂടെ ഡിമേരിയ വീണ്ടും വല കുലുക്കുന്നു. ഫ്രാൻസുകാരും അർജന്റീനയുടെ എതിരാളികളും നിശബ്ദത്തിലാണ്. 36 മിനിറ്റുകൾ അർജന്റീന 2 ഗോളിന്റെ ലീഡെടുത്തു കഴിഞ്ഞു. പിന്നെ എംബാപ്പയുടെ വരവാണ് ലോകം കണ്ടത്. അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച ഒരു എംബാപ്പയുടെ തിരിച്ചുവരവിൽ ഫ്രാൻസ് ഉയർന്നെഴുന്നേൽക്കുന്നു. 80-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഫ്രാൻസിനെ തിരികെ എത്തിയ എംബാപ്പക്ക് സെക്കൻഡുകൾക്കകം തന്നെ ഒരു വണ്ടർ ഗോളിലൂടെ അർജന്റീനക്കൊപ്പം പിടിക്കാൻ സാധിക്കുന്നു. 80-ലും 81-ാം മിനിറ്റിലും എംബാപ്പയെ അവതരിപ്പിക്കുന്നു. നീണ്ടുനിന്ന 90 മിനിറ്റുകൾക്കും വിജയിയെ കണ്ടെത്താനായില്ല. 108-ാം മിനിറ്റിൽ ലിയോ മെസ്സി അർജന്റീനയെ വീണ്ടും മുന്നിലെത്തിക്കുന്നു. അർജന്റീന വേൾഡ് കപ്പിൽ മുത്തമിട്ടു എന്ന് കരുതിയെടുത്തു നിന്നാണ് എംബാപ്പയുടെ 118-ാം മിനിറ്റിലെ മനോഹരമായ പെനാൽറ്റി ഗോൾ വീണ്ടും വഴിത്തിരിവാകുന്നത്. ഇത്രമേൽ രോമാഞ്ചവും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നിമിഷങ്ങളും കണ്ട മറ്റൊരു പോരാട്ടമില്ലെന്നത് ആ 120 മിനിറ്റ് തന്നെ തെളിയിച്ചതാണ്. സ്കോർ ബോർഡ് 3-3. പിന്നെ ലോകം കാത്തിരിക്കുന്നത് ഖത്തറിന്റെ മണ്ണിൽ ആര് വിശ്വകിരീടം ചൂടുമെന്നതിനുള്ള ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ്, ആ ലാസ്റ്റ് പെനാൽറ്റി ഡ്രാമയിലേക്ക്. ഖത്തർ അമീറിന്റെ വിശ്വകിരീടം ആര് നേടുമെന്ന ചോദ്യത്തിന് ഇനി മുന്നിലുള്ളത് ലാസ്റ്റ് പെനാൽറ്റി ഡ്രാമയാണ്. വിധി നിർണ്ണയിക്കാനുള്ള 10 പെനാൽറ്റി കിക്കുകൾ. റഫറിയുടെ ടോസിങ്ങിലൂടെ ആദ്യ പെനാൽറ്റി കിക്ക് എടുക്കേണ്ടത് ഫ്രഞ്ചുകാരാണ്. പെനാൽറ്റി സ്പോട്ടിലേക്ക് ഫ്രഞ്ചുകാരെ തിരിച്ചു കൊണ്ടുവന്ന എംബാപ്പെ എന്ന മനുഷ്യൻ സ്പോട്ട് കിക്കിൽ പന്തുവെക്കുന്നു. എമിലിയാനോ മാർട്ടിനസ് തടുക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സജ്ജമാകുന്നു. ഖത്തറിൽ കാത്തിരുന്ന 10,000 അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ പെനാൽറ്റി എടുത്ത എംബാപ്പയ്ക്ക് പിഴക്കുന്നില്ല. എമിലിയാനോ മാർട്ടിനസിന് അവസരങ്ങളൊന്നും നൽകാതെ എംബാപ്പെ പന്ത് വലയിലെത്തിക്കുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫ്രഞ്ചുകാരുടെ ആഹ്ലാദം തുടങ്ങുന്നു. അർജന്റീനക്കായി ആദ്യ കിക്ക് എടുക്കുന്നത് നായകൻ ലിയോ മെസ്സിയാണ്. ലീഡ് നേടാൻ ഫ്രഞ്ചുകാർക്ക് അവസരം നൽകരുത്, കൃത്യമായി പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കണമെന്ന കടമ ലിയണൽ മെസ്സിയിൽ നിശ്ചിതമായിരുന്നു. കാരണം ഇനി കൈവിട്ടു പോകാനോ കളിക്കാനോ മറ്റൊരു ഫൈനൽ തന്നെ കാണില്ല എന്ന് ലിയണൽ മെസ്സിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. കാരണം മറ്റൊരു വേൾഡ് കപ്പാണിത്. അങ്ങനെ ലിയണൽ മെസ്സി പെനാൽറ്റിക്കായി തയ്യാറെടുക്കുന്നു. റഫറിയുടെ വിസിൽ. ലിയോ മെസ്സി പെനാൽറ്റി എടുക്കുന്നു. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ നായകൻ പന്ത് വലയിലെത്തിക്കുന്നു. 2 പെനാൽറ്റി കിക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിനായി 2-ാം കിക്ക് എടുക്കുന്നത് കൂമനാണ്. പക്ഷേ കൂമന്റെ ആ പെനാൽറ്റി കിക്ക് അർജന്റീനയുടെ നീണ്ട കൈകൾ വീണ്ടും രക്ഷക്കെത്തുന്നു. എമിലിയാനോ മാർട്ടിനസിന്റെ ഉഗ്രൻ സേവിങ്ങിലൂടെ അർജന്റീന വിജയികളെ തീരുമാനിക്കാനുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആധിപത്യം നേടുന്നു. 2 കിക്കുകളിൽ ഫ്രാൻസുകാരുടെ ഒരു കിക്ക് താഴായിരിക്കുന്നു. ഇടത് സൈഡിലേക്ക് മുടുനീളൻ ഡൈവിലൂടെയാണ് എമി ആ പന്തിനെ രക്ഷപ്പെടുത്തിയത്. തിങ്ങി നിറഞ്ഞ 10,000 കത്തിജ്വലിക്കുന്നു. ലുസൈൽ സ്റ്റേഡിയം അർജന്റീന ആരാധകരുടെ ആഹ്ലാദത്താൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ആവേശഭരിതരാകുന്നു. അർജന്റീനക്കായി 2-ാം കിക്ക് എടുക്കുന്നത് അർജന്റീനക്കാരുടെ ലാജോയെയാണ്. പൗലോ ഡിബാല. ഇത് ലക്ഷ്യത്തിലെത്തിച്ചാൽ അർജന്റീനയ്ക്ക് ലീഡ് എടുക്കാം. ഡിബാലയുടെ കിക്ക് ലക്ഷ്യത്തിലേക്ക് തന്നെ. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ മധ്യത്തിലേക്കാണ് ഡിബാല കിക്ക് പായിച്ചത്. അർജന്റീന 2 ഫ്രാൻസ് 1. ഇനി ഫ്രാൻസിനായി കിക്ക് എടുക്കുന്നത് ടുഷെമിനിയാണ്. തിങ്ങി നിറഞ്ഞ 10,000 സമ്മർദ്ദത്തോടു കൂടിയാണ് ടുഷ്മെനി കിക്ക് എടുക്കാൻ സ്പോട്ടിലേക്ക് പാഞ്ഞെടുക്കുന്നത്. കാരണം ഒരു കിക്ക് സൂപ്പർ താരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എമിലിയാനോ മാർട്ടിനസിന്റെ സമ്മർദ്ദങ്ങളേറിയ ചാട്ടങ്ങൾക്ക് മുന്നിൽ ടുഷ്മെനിക്കും പിഴക്കുന്നു. വീണ്ടും പെനാൽറ്റി കിക്ക് പാഴാകുന്നു. അർജന്റീന വീണ്ടും ഒരു അഡ്വാൻറ്റേജിലേക്ക് പോകുന്നു. തിങ്ങി നിറഞ്ഞ 10,000 ലുസൈൽ സ്റ്റേഡിയത്തിൽ വീണ്ടും വിജയനൃത്തമാടുന്നു. അർജന്റീനക്കായി അടുത്ത പെനാൽറ്റി കിക്ക് എടുക്കുന്നത് ലിയാൻഡ്രോ പെരഡസ് ആണ്. ഇത് ലീഡെടുത്താൽ അർജന്റീനക്ക് കൃത്യമായി 2 ഗോളിന്റെ പെനാൽറ്റി അഡ്വാൻറ്റേജ് ലഭിക്കും. പെനാൽറ്റി എടുത്ത പെരഡസ് കിക്ക് ലക്ഷ്യത്തിലെത്തിക്കുന്നു. വീണ്ടും അർജന്റീന കപ്പിന് തൊട്ടരികെ.
3 കിക്കിൽ 3 ലക്ഷ്യത്തിലെത്തിച്ച അർജന്റീനക്ക് 3-1 എന്ന സ്കോർ ബോർഡിലെ കൃത്യമായ ലീഡുണ്ട്. പാരഡൈസ് കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചതോടുകൂടി തന്നെ ലിയണൽ മെസ്സിയുടെ മുഖത്തും ചിരി പടർന്നത് കാണാം. കാത്തിരിപ്പിന്റെ നോവും വേദനയും ഇല്ലാതായ ഒരു നീലാകാശത്തേക്ക് ലിയണൽ മെസ്സി മോഹക്കപ്പ് ഉയർത്തുന്നതിന്റെ തൊട്ടുവക്കിലാണ് നിലവിൽ അർജന്റീന. അർജന്റീനക്കായി ഇനി ഒരൊറ്റ കിക്ക് എമി തടഞ്ഞിട്ടാൽ അർജന്റീന ഖത്തർ ലോകകപ്പിലെ വിജയികളാകും. അനാവശ്യ പേരിൽ എമിലിയാനോ മാർട്ടിനസിന് യെല്ലോ കാർഡ് കാണേണ്ടി വരുന്നു. ഫ്രാൻസിനായി കിക്കെടുത്തത് കോളോ മുവാനിയാണ്. എമിലിയാനോ മാർട്ടിനസിന് യാതൊരവസരവും നൽകാതെ പോസ്റ്റിനെ തുളച്ചുകൊണ്ട് കോളോ മുവാനി അർജന്റീനയുടെ വിജയം പെട്ടെന്നാക്കാതെ നീട്ടി നൽകുന്നു. ഫ്രാൻസുകാർക്കുള്ള ആശ്വാസം കൂടിയായിരുന്നു കോളോ മുവാനിയുടെ പെനാൽറ്റി. അർജന്റീനക്കായി വിജയ കിക്കെടുക്കാൻ പോകുന്നത് ഗോൺസലോ മോണ്ടിയാലാണ്. ഈ കിക്ക് ഗോളാക്കിയാൽ അർജന്റീനക്ക് മറ്റൊരു ലോകകപ്പിൽ കൂടി മുത്തമിടാം. കാത്തിരിപ്പുകളും ഫൈനലിലെ പരാജയവും ഏറെ കണ്ട അർജന്റീനക്കാർക്കും ലിയണൽ മെസ്സിക്കും ഗോൺസലോ മോണ്ടിയലിന്റെ കിക്ക് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കുമോ? കാത്തിരിപ്പിന് അറുതി വരുത്തി റഫറിയുടെ വിസിൽ. പെനാൽറ്റി സ്പോട്ടിലേക്ക് പാഞ്ഞെത്തിയ ഗോൺസലോ മോണ്ടിയേൽ ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പന്ത് ഇടത് മൂലയിലേക്ക് നിക്ഷേപിക്കുന്നു. അർജന്റീന ഖത്തർ വേൾഡ് കപ്പിലെ ജേതാക്കളാകുന്നു. തിങ്ങി നിറഞ്ഞ 10,000ങ്ങളും ലോകത്താകമാനമുള്ള അർജന്റീന ആരാധകരും വിജയം മതിമറന്ന് ആഘോഷിക്കുന്നു. എല്ലാവരും പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് വിജയിച്ചു എന്നറിഞ്ഞ ഉടനെ പാഞ്ഞെടുത്തത് ക്യാപ്റ്റൻ ലിയോ മെസ്സിയുടെ അടുത്തേക്കായിരുന്നു. വാക്കുകളില്ലാതെ വിജയാഹ്ലാദം കൊണ്ട് അർജന്റീന താരങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം ഈ വിജയം അത്രമേൽ ആശിച്ചതായിരുന്നു. അക്ഷരങ്ങളൊന്നും കിട്ടാതെ സ്കലോണിയും നിശബ്ദനായിക്കൊണ്ട് ആ പുഞ്ചിരി തൂകിയ മുഖവുമായി ഡഗൌട്ടിലിരുന്നു. എന്താണോ താൻ ആഗ്രഹിച്ചത് അത് സംഭവിച്ചതിന്റെ ഞെട്ടലിലായിരുന്നു മെസ്സി. ഓരോ അർജന്റീന താരങ്ങളും വന്ന് ലിയോ മെസ്സിയെ വാരിപ്പുണർന്നു. തിങ്ങി നിറഞ്ഞ അർജന്റീനയുടെ ആരാധകരുടെ മുഖമാകെ ആഹ്ലാദത്തിന്റെ കണ്ണീരൊലിച്ചു. വികാരം കൈവിട്ട് ഒടുവിൽ സ്കലോണിയും പൊട്ടിക്കരഞ്ഞു. അങ്ങനെ മറഡോണയ്ക്ക് ശേഷം അർജന്റീന നാട്ടിലേക്ക് വീണ്ടും ഒരു കപ്പ്, അതും സ്വർണം കൊണ്ടുള്ള വേൾഡ് കപ്പ് തന്നെ. മറഡോണ യുഗത്തിന് ശേഷം ഇതാ ലിയണൽ മെസ്സിയും താങ്കളുടെ നാട്ടിലേക്ക് മറ്റൊരു മോഹക്കപ്പ് കൂടി കൊണ്ടുവരികയാണ്. അങ്ങനെ ഖത്തറിന്റെ അമീറിന്റെ കയ്യിൽ നിന്നും ലോകകപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് ലിയണൽ മെസ്സി ആ നീണ്ട കഥക്ക് വിരാമം കുറിക്കുന്നു. പറയാനോ എഴുതാനോ കഴിയാത്ത മറ്റൊരു മനോഹര അധ്യായമായിരുന്നു അന്ന് ലുസൈലിൽ സംഭവിച്ചത്. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട 2014 വേൾഡ് കപ്പ് കിരീടം ലിയണൽ മെസ്സിക്ക് നന്നായി അറിയാമായിരുന്നു. അതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഈ ഖത്തർ വേൾഡ് കപ്പ്. എല്ലാം മനോഹരമായിരുന്നു.